ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല. ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോസ്തോലിക സ്ഥാനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്ത ചിലരോട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ ജഡപ്രകാരമല്ല പോരാടുന്നത്. ഞങ്ങൾ ജഡത്തിൽ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരായിട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളോട് പോരാടുന്നവരോട് പോരാടുവാൻ ഞങ്ങൾ ജഡീകങ്ങളായ മെറ്റീരിയലായിട്ടുള്ള വെപ്പൺസ് അല്ല യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എന്നാൽ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളെ ദൈവം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പ്രാർത്ഥനയെന്ന ആയുധം, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരായി വരുന്ന സകല പോരുകളെയും സകല പൈശാചിക ശക്തികളെയും സകല മാനുഷിക ശക്തികളെയും ദൈവം തോൽപ്പിക്കുവാൻ ഇടയായിത്തീരും. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്തത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പ്രതികാരം ദൈവത്തിനുള്ള, ഞാൻ പകരം ചെയ്യും. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ആ ദൈവം പകരം ചെയ്യുവാൻ ഇടയായിത്തീരും. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്, മറ്റുള്ളവരെ പോലെ ഞങ്ങളും മനുഷ്യരാണ്. എന്നാൽ ഞങ്ങൾ ജഡപ്രകാരമല്ല പോരാടുന്നത്. ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ ഈ ലോക മനുഷ്യർ ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല. ഭൗതികമായിട്ടുള്ളതോ ഭൗമികമായിട്ടുള്ളതോ വഞ്ചനാപരമായിട്ടുള്ളതോ മറ്റവരെ വേദനിപ്പിക്കുന്നതോ അല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളെ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആയുധങ്ങളാണ് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്. ആ ആയുധങ്ങളുടെ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, കോട്ടകളെ ഇടിപ്പാൻ, കോട്ടകളെ തകർക്കുവാൻ, ഞങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ തകർത്ത് കളയുവാൻ അത് ശക്തിയുള്ളതാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ പകച്ച് നിൽക്കരുത്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ, കോട്ടകളെ തകർക്കുവാൻ, സകലത്തെയും തകർത്ത് മുന്നോട്ട് പോകുവാൻ ആമേൻ ദൈവം തന്നിരിക്കുന്ന ശക്തിയുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടാതെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നോക്കി പകച്ചു നിൽക്കാതെ, ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങൾ, പ്രാർത്ഥനയെന്ന ആയുധം, വിശ്വാസമെന്ന ആയുധം നാം ഉപയോഗിക്കുവാൻ ആമേൻ ഹല്ലേലൂയ, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ നിന്നുകൊണ്ട് ഈ മരുഭൂമി യാത്രയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുവാൻ ഇടയായിത്തീരും. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്കെതിരായി ശത്രുവായവൻ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ശക്തികൾ, ഈ ലോകത്തിൻ്റെ വ്യക്തികൾ വഞ്ചനാപരമായും ആമേൻ ഹല്ലേലൂയ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടും അനേക വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമ്മുടെ മുൻപിൽ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രതികാരം ചെയ്യാതെ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, നന്മയാൽ തിന്മയെ ജയിക്കുക. ഹല്ലേലൂയ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നന്മ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇടപെടുവാൻ ഇടയായിത്തീരും. നാം ഒന്നും പ്രതികാരം ചെയ്യരുത്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീരും. നാം പ്രവർത്തിക്കുന്നതോ നാം പറയുന്നതോ ഒന്നുമല്ല, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ ജഡപ്രകാരമല്ല നാം പോരാടേണ്ടത്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇവിടെ അപ്പോസ്തലൻ തൻ്റെ ഹല്ലേലൂയ
ശക്തിയുടെ രഹസ്യമാണ് പറയുന്നത്. അവിടെ പറയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ തകർക്കുവാൻ എത്രമാത്രം എരിഹോവിൻ്റെ മതിലുപോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളായിരുന്നാലും പ്രതികൂലങ്ങളായിരുന്നാലും അതിനെ ജയിക്കുവാൻ ഇസ്രായേൽ ജനത്തിൻ്റെ ആർപ്പിൻ്റെ മുൻപിൽ, അവരുടെ സ്തുതിയുടെ മുൻപിൽ, അവരുടെ പ്രാർത്ഥനയുടെ മുൻപിൽ മതിലിടിഞ്ഞു വീണെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട്, പ്രതികൂലങ്ങളെ കണ്ടിട്ട്, ശത്രു കൊണ്ടുവരുന്ന പോരുകളെ കണ്ടിട്ട് നാം ഭയപ്പെടരുത്, നാം ഭ്രമിക്കരുത്. നാം വിശ്വാസത്തോടെ മുഴങ്കാലുകളെ മടക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. എന്നിട്ട് താൻ കടന്നു പോകുന്ന അനേക ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അനേക പ്രതിസന്ധികളെക്കുറിച്ച് താൻ അവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ആമേൻ, ഓരോ ദിവസവും താൻ ജീവിക്കുന്ന വിധങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ അവർ പറയാണ്, ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ നീതിയുടെ ആയുധങ്ങൾ ഏതാണ്? അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിൽ പറയുകയാണ്, നാം ദൈവത്തിൻ്റെ സർവായുധവർഗം എടുക്കുവാൻ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ലോകത്തിൽ നമുക്കെതിരായി കടന്നു വരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടി. ആ ആയുധങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് നാം പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആ ശക്തിയുള്ള ആയുധങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീതിയുള്ളവരായിരിക്കണം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, നാം അരയ്ക്ക് സത്യം കെട്ടുന്നവരായി തീരണം, തീയമ്പുകളെ കെടുക്കണമെങ്കിൽ വിശ്വാസം വേണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. നാം നല്ല യുദ്ധസേവ ചെയ്യുന്നവരായി തീരണം. കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു അതുപോലെ നാം നടക്കുവാൻ തയ്യാറായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം നിത്യമല്ല. ശത്രുവായൻ നമ്മെ ഏത് തരത്തിലും കെണിയിൽപ്പെടുത്തുവാൻ വേണ്ടി, അവൻ്റെ വലയിൽ നമ്മെ കുടുക്കുവാൻ വേണ്ടി നോക്കി നടക്കുമ്പോൾ അവൻ്റെ വലയിൽ നാം അകപ്പെടാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ സാധ്യമായി തീരുകയുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പോരിൻ്റെ ആയുധങ്ങളെന്ന് പറയുന്നത് ജഡീകങ്ങളല്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. വിശ്വാസം നാം വർദ്ധിപ്പിക്കുവാനിടയായി തീരണം. പ്രാർത്ഥനാ ജീവിതം നാം വർദ്ധിപ്പിക്കുവാനിടയായി തീരണം. ഉപവാസ ജീവിതം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ജനമേ, നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക
പ്രാർത്ഥിക്കുന്നവരായി തീരണം. ദൈവസന്നിധി മുഴങ്കാലുകളെ മടക്കുന്നവരായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം ഇരമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ ആമേൻ ഹാലേലൂയ ഇരമ്യാവിനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നാം ശത്രുവിനോട് എതിർക്കണമെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സർവായുധവർഗം നാം ധരിച്ചുകൊണ്ട് വേണം നാം യുദ്ധസേവ ചെയ്യുവാൻ. ഇവിടെ ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിപ്പാനും പണിവാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ നമ്മെ നിർമ്മിച്ച് നിർത്തിയിരിക്കുന്നതിന്, നമ്മെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചില കാര്യങ്ങൾ നമ്മിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള ആയുധങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം പോരാടുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് നാം യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. നമ്മളായിരിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. നമ്മുടെ മേൽ ദൈവം ഒരു പകർന്നിട്ടുണ്ട് ഒരു അഭിഷേകത്തിൻ്റെ ശക്തി. ആമേൻ. നമ്മുടെ മേൽ ഒരു വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്, ഒരു പ്രാർത്ഥനാ ജീവിതം തന്നിട്ടുണ്ട്. അത് നാം പ്രയോഗിക്കണം, അത് നാം ഉപയോഗിക്കണം. ഒരു ശത്രുവിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഒരു പടയാളിക്ക് ആയുധമില്ലാതെ പറ്റത്തില്ല. എങ്കിൽ നമ്മെ ഈ മരുഭൂമിയിലാക്കിയിരിക്കുന്നത് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ നമ്മുടെ മേൽ ദൈവം സ്വർഗത്തിലെ അപ്പച്ചൻ സർവായുധവർഗം പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം അത് ഉപയോഗിക്കുവാൻ, ആമേൻ അത് യൂസ് ചെയ്യുവാൻ നാം ഇടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഒരിക്കലും മറന്നു പോകരുത്. ദാവീദ് രാജാവിൻ്റെ മുൻപിൽ അനവധി പ്രതിസന്ധികൾ വന്നായിരുന്നു, അനവധി പ്രതികൂലങ്ങൾ വന്നായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ ദാമനെ പൗലോസ് പറയുന്നത് പോലെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മതിൽ ചാടിക്കടക്കണമെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ പറ്റത്തില്ല. പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല. ചില ആയുധങ്ങളില്ലാതെ ശത്രുവിൻ്റെ എതിരെ നമുക്ക് നിൽക്കുവാൻ സാധ്യമായി തീരുകയില്ല. നാം ഏലാ താഴ്വരയിലേക്കൊന്ന് നോക്കിക്കേ. ദാവീദ് ഫെലിസ്ത്യൻ്റെ മുൻപിൽ ചെന്നപ്പോൾ ദാവീദ് പറയുന്നത് ഇപ്രകാരമാണ്. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 45 പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദാവീദ് എന്ന ബാലൻ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഫെലിസ്ത്യനോട് പടചൊല്ലിയത്. സ്തോത്രം. ഫെലിസ്ത്യനെ വീഴ്ത്തിയത് ദൈവത്തിൻ്റെ നാമം ചൊല്ലിയാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ ഏൽപ്പിച്ചിരുന്ന ആ ദൗത്യം ദാവീദിന് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം ദാവീദിൻ്റെ മേൽ പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കോട്ടകളെ തകർക്കുവാൻ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ നമ്മുടെ കയ്യിൽ
ദൈവം തന്നിരിക്കുന്ന ചില ഹാലലുയ ആയുധങ്ങളുണ്ട്. ആയുധങ്ങൾ നാം ഉപയോഗിക്കുവാൻ നാം തയ്യാറെടുക്കണം. നാം പ്രാർത്ഥിക്കണം, ദൈവത്തോട് യാചിക്കണം. കർത്താവെ, ഈ മരുഭൂമി യാത്രയിൽ നിൽക്കാൻ നിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല. അവിടുത്തെ അവിടുത്തെ കൃപ എൻ്റെ മേൽ പകരണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ദാവീദ് പറഞ്ഞതുപോലെയും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെയും നമുക്കും പറയുവാനായിട്ടിടയായി തീരും. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള ആയുധങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഈ മരുഭൂമി യാത്രയെ നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവ്, ഇത് കേൾക്കുന്ന മക്കളെ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ. അപ്പ അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുധങ്ങളെ ഉപയോഗിക്കുവാനുള്ള കൃപ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.